ഹായ് ഗായ്സ്, എല്ലാവർക്കും സുധീസ് റിയൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പച്ചപ്പട്ടാണിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള കുഴച്ചൊക്കെ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. തേങ്ങാപ്പാലാണ് വെക്കുന്നത്. അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മേശപ്പുറത്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ ഒന്ന് അച്ഛൻ പുറത്ത് പോയപ്പോൾ മത്തിയും ചൂടയായിരുന്നു മീൻ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം. മീനൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോൾ മോള് വന്ന് ചോദിച്ചത് മീൻ എന്താ കിട്ടിയെന്നൊക്കെ കേട്ടോ. അപ്പോൾ മീനൊക്കെ ഒന്ന് ഏകദേശം റെഡിയാക്കി എടുത്ത് ഇത് ഞങ്ങളെ നായ്ക്കുട്ടിക്ക് മീനിൻ്റെ തല പുഴുങ്ങാൻ വേണ്ടി വെച്ചത് കേട്ടോ. പിന്നെ ഇവിടെയാണ് അച്ഛനും മോനും കിടക്കുന്നത്. അപ്പോൾ അവർ കിടന്ന വിരികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ. ഇന്നലെ വീട്ടിൽ പോയപ്പോൾ ഉണ്ണിക്കാമ്പിൻ്റെ തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ ഉപ്പേരി വെക്കാനാക്കൽ. നിങ്ങളെങ്ങനെയാക്കുക വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മത്തി പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പൊരിച്ചതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യണേ. ക്ലീനിങ് തുടങ്ങിയതാട്ടോ. കറിയൊക്കെ റെഡി ആയിട്ടോ. ഇത് സോയാബീൻ പൊരിക്കുകയാണ്. സോയാബീൻ പൊരിച്ചാലേ മക്കൾ ചോറുന്നുള്ളൂ. ഇവിടെ അടുപ്പ് ഞങ്ങളത് പൊട്ടിയതാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസിൽ ചോറ് വെക്കുന്നത്. ഇത് വെളിച്ചെണ്ണ കാച്ചാണ് തലയിൽ തേക്കാൻ. അതിൽ കുറച്ച് മൈലാഞ്ചി ഇലയും പിന്നെ കഞ്ഞെണ്ണയും കുരുമുളകൊക്കെ ഇട്ടിട്ടാട്ടോ വെളിച്ചെണ്ണ കാച്ചൽ. ആയതിന് ശേഷം ഞാനത് നല്ലൊരു പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചതാട്ടോ എണ്ണ. അങ്ങനെ അടുക്കളയിലെ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി അകത്തുണ്ട് ക്ലീനൊക്കെ ചെയ്യാൻ. അപ്പോൾ അകത്തേക്ക് പോവാണ് ക്ലീൻ ചെയ്യാൻ. ആംഗിൾ അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ചോറിനാൻ പോവുകയാണ്. ഞാനിപ്പോഴാണ് ചോറുന്നത്. ഉപ്പേരി, പൊരിച്ച മീൻ, മുളകിട്ട മത്തി, പിന്നെ തേങ്ങ അരച്ച ചൂട. ഒന്ന് കഴിക്കട്ടെ. വിശക്കുന്നു, കണ്ണ് കാണുന്നില്ല വിശന്നിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജേഴ്സീൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോയി. അപ്പോൾ ഷോപ്പിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, തിരക്ക് കാരണം. അപ്പോൾ 2 ജേഴ്സി ഡ്രസ്സൊക്കെ വാങ്ങി വന്നപ്പോൾ അടുത്ത വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ ബൈ സീ യു.